ഹായ് സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ തുർക്കിഷ് അത്തിപ്പഴം. ഇപ്പോഴും പലർക്കും സംശയമാണ് അത്തി നമ്മുടെ നാട്ടിലുണ്ടാവുമോ എന്നുള്ള ഒരു സംശയം പലർക്കും. നമ്മളൊരിതിപ്പോൾ അത്തിപ്പഴത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, പക്ഷേ ഒട്ടുമിക്ക ആളുകൾക്കും അത്തിപ്പഴത്തെക്കുറിച്ച് ഇപ്പോഴും അറിയില്ല. കാരണം ഞാനൊരു നഴ്സറി നടത്തുന്ന ആളാണ്. എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമർ ഭൂരിഭാഗം ആളുകളും ചോദിക്കുന്നു, അത്തി നമ്മുടെ നാട്ടിലുണ്ടാവുമോ. എല്ലാവർക്കും ഇപ്പോഴും ധാരണ നമ്മളെ തണലത്തിയായിട്ട് ഉപയോഗിക്കുന്ന ആ വേരിലൊക്കെ കായ് വരുന്ന ആ അത്തിയെക്കുറിച്ചാണ് ഇപ്പോഴും എല്ലാവരും അത്തി എന്ന് പറയുന്നത്. എന്നാൽ ഇത് തുർക്കിയുടെ നമുക്ക് പാകമായി കഴിക്കാൻ പറ്റിയിട്ടുള്ള തുർക്കിയുടെ അത്തിയാണ്. നല്ല അത്തിയിൽപ്പെട്ടൊരത്തിയാണ് തുർക്കി അത്തി. ഇത്ര പോകുന്ന ചെറിയ തൈയാണ് ഞാനിപ്പോൾ ഈ പോട്ടിലേക്ക് മാറ്റി നട്ടിട്ടുള്ളത്. ഉണ്ടാവും, അത് നന്നായി വളർന്ന് അതിന് ചില്ലകളൊക്കെ വന്ന് ഇപ്പോൾ ഈ ശാഖയിലൊക്കെ പുതിയ കായ്കൾ വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കായ്ക്കുന്നതാണ് അത്തി എന്ന് മനസ്സിലാക്കുക. അത്തി നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ ഇതുപോലെ ഒരു ബക്കറ്റിലാണ് ഇത് നടാൻ നല്ലത്, ഡ്രമ്മിലൊക്കെ. കാരണം നമുക്ക് മഴക്കാലത്ത് ഇതിന് ഇല കൊഴിയലും ആയിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഒരു ഷെയ്ഡിലേക്കൊക്കെ മാറ്റി വെക്കാൻ നല്ലത് എപ്പോഴും ഇതുപോലത്തെ പോട്ടിൽ നടുന്നതാണ്. നടുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പോട്ടി മിശ്രിതം ഉണ്ടാക്കാം. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ കുറച്ച് മണൽ ചേർക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇതിന് ഡ്രൈനേജ് അത്യാവശ്യമാണ്. അതുപോലെ ഇതിൻ്റെ പോട്ടിൻ്റെ ഹോൾസൊക്കെ നല്ല ക്ലിയറാണെന്ന് ഉറപ്പ് വരുത്തുക. എന്നാൽ നല്ലതായിട്ട് നമുക്ക് ഡ്രൈനേജ് കിട്ടുന്നതാണ്. അപ്പം ഇതാണ് അത്തിയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.